കേരളത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന വളരെ പ്രശസ്തനായ വ്യവസായിയാണ് ഡോക്ടർ സി.ജെ. റോയ്. സി.ജെ. റോയിയെ എല്ലാവരും അറിയുന്നത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വളരെ പോപ്പുലറാക്കി മാറ്റിയ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന റിയൽ എസ്റ്റേറ്റ് ബ്രാൻഡിലൂടെയാണ്. ഇപ്പോൾ ഏവരെയും ഞെട്ടിക്കുകയും ഒരുപാട് ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. ഡോക്ടർ സി.ജെ. റോയ് സ്വയം ജീവനൊടുക്കിയെന്നാണ് ആ വാർത്ത. സാധാരണക്കാരുടെ സ്വപ്നങ്ങളിൽ പോലും എത്താത്തത്ര ഉയരത്തിലാണ് ഡോക്ടർ സി.ജെ. റോയ് എത്തിച്ചേർന്നിരുന്നത്. അത് പണമായാലും പ്രശസ്തിയായാലും ഒക്കെ അതിൻ്റെയൊക്കെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ ഏവരും കൊതിക്കുന്നതിനും അപ്പുറം എത്തിയ സി.ജെ. റോയ് എന്തിനായിരിക്കും സ്വയം ജീവനൊടുക്കിയത്? നികുതി വെട്ടിപ്പ് ആരോപിച്ച് ഇ.ഡി. സി.ജെ. റോയിയുടെ ഓഫീസിലും വീട്ടിലുമൊക്കെ റെയ്ഡ് ചെയ്യുന്നതിനിടെ ബാംഗ്ലൂരിൽ വെച്ചാണ് തൻ്റെ സ്വന്തം കൈവശമുള്ള റിവോൾവർ ഉപയോഗിച്ച് അദ്ദേഹം സ്വയം ജീവനൊടുക്കിയതെന്നാണ് വാർത്ത പുറത്തു വരുന്നത്. ഡോക്ടർ സി.ജെ. റോയിയുടെ അകാലത്തിലുള്ള ഈ മരണവാർത്ത ആദ്യമായി കേട്ട ഏതൊരു മലയാളിയുടെയും തല പെരുത്തു പോയിട്ടുണ്ടാവും. കാര്യം അത്രമാത്രം അദ്ദേഹം മലയാളികൾക്കിടയിൽ പ്രശസ്തനാണ്. രാഷ്ട്രീയ, കലാ, കായിക, സിനിമാ താരങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ആളുകളുമായും സാധാരണക്കാരുമായുമൊക്കെ നിരന്തരം ഇങ്ങനെ സംവദിച്ചു കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് മരിച്ചു എന്ന വാർത്ത മലയാളികൾക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികമാണ്. ഡോക്ടർ സി.ജെ. റോയിയെയും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭമായ കോൺഫിഡൻസ് ഗ്രൂപ്പിനെയും മലയാളികൾക്കിടയിൽ ഏറെ പ്രശസ്തമാക്കിയത് ഐഡിയ സ്റ്റാർ സിംഗർ, മഞ്ച് സ്റ്റാർ സിംഗർ, സൂപ്പർ സ്റ്റാർ ജൂനിയർ, സൂപ്പർ സ്റ്റാർ സീനിയർ തുടങ്ങി ഇന്ന് ടോപ്പ് സിംഗർ വരെയുള്ള റിയാലിറ്റി ഷോകളിലൊക്കെ വിജയികളാകുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റുകൾ സമ്മാനമായി നൽകിക്കൊണ്ടാണ്. തൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന റെയ്ഡ് മൂലം തനിക്ക് ദുഷ്പേരുണ്ടാകുമെന്ന് പേടിച്ചിട്ടാണോ റോയ് ഈ കടുങ്കൈ ചെയ്തത്, അതോ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടാകുമോ? ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള കമൻറ്റുകളുമായി സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇ.ഡി. മറ്റൊരാളുടെ ജീവിതം കൂടി തകർത്തു എന്ന തരത്തിലുള്ള കമൻറ്റുകളും പുറത്തു വരുന്നുണ്ട്. ഒരു വൻകിട വ്യവസായി ആയിട്ടൊന്നും ആയിരുന്നില്ല ഡോക്ടർ സി.ജെ. റോയിയെ മലയാളികൾ കണ്ടിരുന്നത്. ഒരുപാട് സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട തരത്തിലുള്ള സഹായങ്ങളൊക്കെ എത്തിച്ചു നൽകിയിരുന്ന ഒരു ചാരിറ്റി പ്രവർത്തകനായിട്ട് കൂടിയായിരുന്നു ഡോക്ടർ സി.ജെ. റോയ് മലയാളി മനസ്സുകളിൽ ഇടം നേടിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ സി.ജെ. റോയിയുടെ അകാലത്തിലുള്ള ഈ വേർപാട് മലയാളികളെ ഏറെ ഞെട്ടിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് ഡോക്ടർ സി.ജെ. റോയിയുടെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. എന്തായാലും അദ്ദേഹം സ്വയം വെടിയുതിർത്തു മരിച്ചു എന്ന വാർത്ത മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊക്കെ കൂടുതൽ അന്വേഷണങ്ങളിലൂടെ മാത്രമേ പുറത്തു വരൂ. ഡോക്ടർ സി.ജെ. റോയിക്ക് ആദരാഞ്ജലികൾ.